എപ്പിസോഡ് തുടങ്ങുന്നതിന് നമ്മുടെ ജോയിനെ കാണിച്ചുകൊണ്ടാണ്. അവളാണെങ്കിൽ ഇപ്പം നല്ലതുപോലെ പേടിച്ചിരിക്കുമായിരുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ പുറകെ ആരോ ഫോളോ ചെയ്യുന്നത് പോലെയല്ലേ അവൾക്ക് ഫീൽ ചെയ്തത്. അങ്ങനെ അവൾ അവിടെ നിന്ന് ഓടാനായിട്ട് നോക്കുന്നതും അവിടുത്തെ ഒരു മരത്തിൽ തട്ടി അവൾ അവിടെ എങ്ങ് വീഴും. അങ്ങനെ അവൾ നോക്കുമ്പോൾ എന്തോ അവളുടെ ഫ്രണ്ടിലായിട്ട് ഏതോ ഒരാൾ വന്ന് നിൽപ്പുണ്ട്. അത് വേറെ ആരുമായിരുന്നില്ല, നമ്മുടെ വണ്ണ് തന്നെയായിരുന്നു. ഇവനെ കാണുന്നേ നമ്മുടെ ജോ ഭയങ്കര ഷോക്കായി പോവും. അവൾക്ക് മനസ്സിലാവത്തില്ല ഇവൻ എങ്ങനെയാ ഇവിടെ എത്തിയത് എന്ന്. അങ്ങനെ അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ എന്തോ അവളുടെ പുറകെ ഫോളോ ചെയ്ത് വന്ന ആളുടെ നിഴല് പോലും കാണുന്നില്ല. അവൾക്ക് മനസ്സിലാവത്തില്ല ഇവിടെ എന്താ നടക്കുന്നതെന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ഷിന്യുവിനെയാണ്. അവനാണെങ്കിൽ ഇപ്പോൾ ഒട്ടും വയ്യാണ്ടായിരുന്നു. അവൻ്റെ എക്സ് ഗേൾ ഫ്രണ്ട് ഉണ്ടല്ലോ, അവളുടെ കൂടെ നിൽക്കാൻ നേരത്തായിരുന്നു ഇവനാണെങ്കിൽ ബോധം കെട്ട് വീണത്. അങ്ങനെ അവളാണെങ്കിൽ ഇവനെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലാക്കും. ഇപ്പം അവൻ അവിടെ അഡ്മിറ്റാണ്. ഇവന് ബോധം പോലും ഇല്ല. സത്യം പറഞ്ഞാൽ നമ്മുടെ ഷിന്യുവിൻ്റെ അമ്മയും ഇവൻ്റെ അടുത്തായിട്ട് ഇരിപ്പുണ്ട്. അവൻ്റെ അമ്മയ്ക്കാണെങ്കിൽ ഇത്രയും കാലം അറിയത്തില്ലായിരുന്നു നമ്മുടെ ഷിന്യുവിന് ഒരസുഖമുണ്ട് എന്ന്. അപ്പോൾ അവർ പറയും, എന്നാലും എൻ്റെ മോന് എന്തായിരിക്കും പറ്റിയത്, നിങ്ങൾ ഇത്രയും കാലം എന്തുകൊണ്ടാണ് എൻ്റെ അടുത്ത് ഇവൻ്റെ അസുഖത്തിനെ പറ്റി റിവീൽ ചെയ്യാത്തതെന്ന് പറഞ്ഞിട്ട് അവരവിടെ കിടന്ന് ഭയങ്കരമായിട്ടും ബഹളം വെക്കും. അപ്പം നമ്മുടെ ഷിന്യുവിൻ്റെ അച്ഛൻ പറയും, അത് ഷിന്യു പറഞ്ഞിട്ട് തന്നെയാണ് നിൻ്റെ അടുത്ത് അറിയിക്കാഞ്ഞത്, നീ ആവശ്യമില്ലാതെ ടെൻഷൻ അടിക്കണ്ട എന്ന് അവൻ പറഞ്ഞു. ഒരൊറ്റ കാരണം കൊണ്ടാ നീ ആണെങ്കിൽ ഈ കാര്യം അറിയാണ്ട് പോയത് എന്നൊക്കെ പറയും. നമ്മുടെ ഷിന്യുവിൻ്റെ അവസ്ഥ ഇപ്പോൾ ഭയങ്കര മോശമായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ജോയിയുടെ വീട്ടിലായിട്ട് വണ്ണില്ലേ, അവൻ വന്നിട്ട് അവളെ വിളിക്കാനായിട്ട് ഒരുങ്ങുന്നത്. കൂട്ടത്തിൽ തന്നെ അവനാണെങ്കിൽ ഇവളുടെ വീടിൻ്റെ പരിസരമൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കും. ഇവനാണെങ്കിൽ ആദ്യത്തെ തവണ വിളിക്കും, എന്നാൽ നമ്മുടെ ജോ ഇറങ്ങി വരത്തില്ല. പിന്നീട് അവൻ രണ്ടാമതും വിളിക്കും. അവനാണെങ്കിൽ മനസ്സിലാവത്തില്ല എന്തുകൊണ്ടാ ജോ വാതിൽ തുറക്കാത്തേ എന്ന്. അവസാനം നമ്മുടെ ജോ പുറത്തേക്ക് വരും. അവക്കാണെങ്കിൽ ഇപ്പം നല്ലതുപോലെ പനി പിടിച്ചായിരുന്നു. അവക്കാണെങ്കിൽ കയ്യിൽ മരുന്നും ഇല്ല. സത്യം പറഞ്ഞാൽ അവൾക്ക് പുറത്തു പോകാൻ നല്ല പേടിയുണ്ട്. അതുകൊണ്ടാണ് അവൾ മരുന്ന് പോലും വാങ്ങിക്കാതെ അകത്ത് തന്നെ ഇരിക്കുന്നത്. അങ്ങനെ നമ്മുടെ വണ്ണ് വന്നിട്ട് അവൻ്റെ കയ്യിലിരുന്ന മരുന്നൊക്കെ എടുത്തു കൊടുത്ത് അവൾക്ക് മെഡിസിനൊക്കെ കൊടുക്കും. എന്നിട്ട് അവൻ ചോദിക്കും, നീ എന്താ ഇങ്ങനെ അകത്ത് തന്നെ ഇരിക്കുന്നതെന്ന്. അപ്പം നമ്മുടെ ജോ കാര്യം പറയും. അക്കൂട്ടത്തിൽ നമ്മുടെ വണ്ണാണെങ്കിൽ അവളുടെ അടുത്ത് പറയും, സത്യം പറഞ്ഞാൽ നമ്മുടെ ഷിന്യു എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞായിരുന്നു, അതായത് ഈ വീട്ടിലായിട്ട് CCTV വെക്കണമെന്ന്. ഞാനും അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുക. എന്തായിരുന്നാലും CCTV വെക്കണം. ഞാൻ അതിനെപ്പറ്റി അവൻ്റെ അടുത്ത് കുറച്ചുകൂടി ഡിസ്കസ് ചെയ്യണമെന്നൊക്കെ കരുതിയത്. എന്നാൽ അതിന് മുന്നേ ആയിട്ട് തന്നെ അവനങ്ങ് ലീവ് എടുത്തു. അപ്പോൾ നമ്മുടെ ജോ ചോദിക്കും, അവൻ യഥാർത്ഥത്തിൽ വയ്യേ, അവൻ എന്ത് പറ്റിയതാ? അപ്പോൾ നമ്മുടെ വണ്ണ് പറയും, അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് എനിക്കൊന്നും അറിയത്തില്ല എന്ന്. അക്കൂട്ടത്തിൽ നമ്മുടെ ജോ ആണെങ്കിൽ വണ്ണിൻ്റെ അടുത്ത് ചോദിക്കും, നീ ആണെങ്കിൽ ഞാൻ നേരത്തെ പോയ ആ സ്ഥലത്ത് എന്തിനാ വന്നത്? അപ്പോൾ വണ്ണ് പറയും, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ എല്ലാ ജോലിയും എല്ലാവരെയും കൊണ്ട് ചെയ്യത്തില്ല. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ഏറ്റെടുത്ത് ചെയ്യാറാ പതിവ്. അങ്ങനെ ഞാൻ എൻ്റെ ഒരു ജോലിക്കാരിയുമായിട്ടാണ് അവിടേക്ക് എത്തിയത് എന്ന് നമ്മുടെ വണ്ണ് പറയും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ജോയാണെങ്കിൽ കയറിക്കിടന്ന് ഉറങ്ങാൻ നേരത്ത് അവൾക്കാണെങ്കിൽ നല്ല പേടിയുണ്ടായിരുന്നു. അക്കൂട്ടത്തിൽ പെട്ടെന്ന് കറണ്ടും പോവും. അങ്ങനെ അവൾ പുറത്തേക്ക് ഇറങ്ങി വന്ന് നോക്കുന്നതും അവളുടെ ജനലിൻ്റെ അടുത്തായിട്ട് ഒരാളുടെ നിഴല് കാണും. ആ നിഴല് എന്താണെന്നും പറഞ്ഞ് നമ്മുടെ ജോ നോക്കാനായിട്ട് വരുന്നതും അവിടെയായിട്ട് നമ്മുടെ ഷിനുവിൻ്റെ പേര് എഴുതിയ വീണ്ടും ഒരു പാവക്കുട്ടീനെ പോലത്തെ സംഭവത്തിനകത്ത് വാള് കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് കാണുന്നതും നമ്മുടെ ജോ ഭയങ്കരമായിട്ട് ഷോക്കായിപ്പോവും. സത്യം പറഞ്ഞാൽ ഇത്രയും നേരം കാണിച്ചത് നമ്മുടെ ജോയുടെ ഒരു പേടിപ്പിക്കുന്ന സ്വപ്നമായിരുന്നു. അവൾ അങ്ങനെ സ്വപ്നത്തിൽ നിന്ന് ചാടി എഴുന്നേക്കും. അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസമാണ് കാണിക്കുന്നത്. അവിടെയാണെങ്കിൽ ഡോക്ടർ നമ്മുടെ ഷിന്യുവിനെ ചെക്കപ്പ് ചെയ്തിട്ട് പറയും, അവനാണെങ്കിൽ ആരോഗ്യപരമായിട്ട് വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല, അവന് നല്ല സ്ട്രെസ് ഉണ്ട്, അതിൻ്റേതായിട്ടുള്ള പേരിലാണ് അവനിപ്പോൾ ഇങ്ങനെ ബോധം കെട്ടി കിടക്കുന്നത്. 2 ദിവസത്തിനുള്ളിൽ അവൻ ഓക്കെ ആയിക്കോളൂ എന്ന്. അത് കഴിഞ്ഞിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജോയിനെ കാണിക്കും. അവൾക്കാണെങ്കിൽ ഇപ്പോൾ ഓഫീസിലിരുന്നിട്ട് ഒരു മനസ്സമാധാനം ഉണ്ടായിരുന്നില്ല. അവളാണെങ്കിൽ എപ്പോഴും നമ്മുടെ ഷിന്യുവിനെ ആണെങ്കിൽ മിസ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. കൂട്ടത്തിൽ തന്നെ അവൾ ഷിന്യുവിന് ഒരുപാട് മെസ്സേജ് വയ്ക്കും. എന്നാൽ അവൾക്കാണെങ്കിൽ അതിനൊന്നും റിപ്ലൈ വന്നില്ല. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അവൾ അവനെ വിളിക്കുകയും ചെയ്യും. എന്നാൽ ഒരു റെസ്പോൺസും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന കുറച്ചു നേരം കഴിഞ്ഞ് നമ്മുടെ ഷിന്യുവിന് ബോധം വരുന്നതാ. അവനാണെങ്കിൽ ബോധം വന്ന ഉടനെ തന്നെ വേറെ ആരെയും മൈൻഡ് ചെയ്യത്തില്ല. പെട്ടെന്ന് തന്നെ അവൻ്റെ ഫോൺ എടുത്തിട്ടാണ് ചെക്ക് ചെയ്യുന്നത്. അവിടെയായിട്ടാണെങ്കിൽ നമ്മുടെ ഷിന്യുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും ഉണ്ട്. അവനും ഇത് കാണുന്നതും ഭയങ്കര സങ്കടമാവും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷിന്യുവിന് ബോധം വന്ന ഉടനെ അവനാണെങ്കിൽ വേറെ ആരുടെയും മുഖത്ത് നോക്കാതെ നേരെ അവൻ ഫോൺ എടുത്തിട്ടല്ലേ ചെക്ക് ചെയ്യുന്നത്. അപ്പോഴാണെങ്കിൽ നമ്മുടെ ഷിന്യു ആണ്, അതായത് ജോ ആണെങ്കിൽ ഇഷ്ടംപോലെ മെസ്സേജും കോളും എല്ലാം ചെയ്തേക്കുന്നത്. അവനാണെങ്കിൽ വേഗം തന്നെ അവൾക്ക് റിപ്ലൈ കൊടുക്കും. സത്യം പറഞ്ഞാൽ ആ റിപ്ലൈ കാണുന്നതിന് നമ്മുടെ ജോയ്ക്ക് നല്ല സമാധാനമാവും. അക്കൂട്ടത്തിൽ തന്നെ നമ്മുടെ ഷിന്യുവിൻ്റെ ഫ്രണ്ടില്ലേ അവിടെ ഇരുന്നിട്ട് പറയും, നീ എന്തായിരുന്നാലും ഇങ്ങനെ കാണിച്ചത് ഒട്ടും ശരിയായില്ല, നീ എന്താ ഞങ്ങളെ ആരെയും മൈൻഡ് ചെയ്യാതെ, നമുക്ക് എന്തായിരുന്നാലും പുറത്തു പോയി കറങ്ങിയൊക്കെ വേണം കേട്ടോ, നീ ഇനിയിപ്പോൾ കുറച്ച് ദിവസം ലീവ് എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കും. അത് കഴിഞ്ഞ് കാണിക്കുന്ന നമ്മുടെ ജോയാണെങ്കിൽ ഷിന്യുവിനെ കാണാൻ വേണ്ടിയിട്ട് അവൻ്റെ ഹോസ്പിറ്റലിൻ്റെ പുറത്തായിട്ട് വന്ന് നിൽക്കുന്നതാണ്. അങ്ങനെ നമ്മുടെ ഷിന്യു അവളെ കാണാൻ വേണ്ടിയിട്ട് വരും. എന്നിട്ട് ഷിന്യു ചോദിക്കും, നീ എന്തുവായിരുന്നു മുമ്പേ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നേ, നിൻ്റെ ഓഫീസ് നമ്പറിൽ മാത്രമേ വിളിക്കാവൂ എന്നല്ലേ, എന്നിട്ട് നീ എന്തിനാ എനിക്ക് ഇത്രയും മെസ്സേജും കോളും ഒക്കെ ചെയ്തത്? അപ്പോൾ നമ്മുടെ ജോ പറയും, ചില സമയത്ത് നമ്മളിങ്ങനെ ആക്കി വെച്ചേക്കുന്ന ഓരോരോ നിയമങ്ങളില്ലേ, അതൊക്കെ നമ്മൾ ചിലപ്പോൾ ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വരും, അതൊന്നും വലിയ കാര്യമാക്കണ്ട,
ഇപ്പോഴിവർ രണ്ടുപേരും ഭയങ്കര ദൂരദൂരായിട്ട് ഇരിക്കുമായിരുന്നു. അപ്പോൾ നമ്മുടെ ഷിന്യു ചോദിക്കും, നമ്മൾ രണ്ടുപേരും ക്ലോസ് ആയിട്ടിരുന്നാൽ എന്താ പ്രശ്നം? അപ്പോൾ നമ്മുടെ ജോ പറയും, അതിൻ്റെ ഒന്നും യാതൊരു ആവശ്യമില്ല. ഞാനിവിടെ വന്നത് തന്നെ നിന്റെ കയ്യിൽ നിന്ന് ആ മന്ത്രവാദത്തിൻ്റെ ബുക്ക് വാങ്ങിക്കാനാണ്. സത്യം പറ, നിനക്ക് എന്തുവാ പറ്റിയത്? നിനക്ക് നേരത്തെ ഉണ്ടായിരുന്ന അസുഖത്തിൻ്റെ തന്നെ ആഫ്റ്റർ എഫക്റ്റ് ആണോ? അപ്പോൾ നമ്മുടെ ഷിന്യു പറയും, എനിക്ക് ആകെപ്പാടെ ഒരേ ഒരു അസുഖമേ ഉള്ളൂ. ആ അസുഖത്തിനുള്ള ചികിത്സ ഞാൻ ചെയ്യുന്നുമുണ്ട്. അങ്ങനെ അവൻ സംസാരിച്ചുകൊണ്ട് നമ്മുടെ ജോയുടെ തോളിലായിട്ട് അവൻ തലയെടുത്ത് വെക്കും. അപ്പം നമ്മുടെ ജോ പറയും, അടങ്ങിയിരിക്കും, നിന്റെ തലയെടുത്ത് മാറ്റുന്ന പറഞ്ഞിട്ട് അവൾ ആ തല പിടിച്ച് മാറ്റും. എന്നിട്ട് അവൾ പറയും, എനിക്ക് ആ മന്ത്രവാദത്തിൻ്റെ ബുക്ക് വേണം. അപ്പോൾ നമ്മുടെ ഷിന്യു പറയും, എനിക്കറിയാം നീ ഇപ്പം എന്താ ചിന്തിക്കുന്നതെന്ന്, അതിൻ്റെ ഒന്നും യാതൊരു ആവശ്യവും ഇല്ല. അപ്പോൾ നമ്മുടെ ജോ പറയും, അല്ല എനിക്കതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നീ തന്നെ അല്ലേ പറഞ്ഞത് ആ ബുക്ക് എപ്പോഴും ഇരിക്കേണ്ട ആ ബുക്കിൻ്റെ ഓണറിൻ്റെ കയ്യിലായിരുന്നു, അത് ഞാൻ തന്നെ വെച്ചോൾ. നിന്റെ വീടിൻ്റെ പാസ്വേഡ് പഴയത് തന്നെ അല്ലേ, നീ ചേഞ്ച് ആക്കിയിട്ടൊന്നും ഇല്ലല്ലോ. ഞാനത് പോയി നീ ഇല്ലാതെ എടുത്തെന്ന് വെച്ചിട്ട് നിനക്ക് വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലല്ലോ എന്ന് പറയും നമ്മുടെ ജോയ് ആണെങ്കിൽ അവൻ്റെ അടുത്ത് ചോദിക്കും. അപ്പോൾ നമ്മുടെ ഷിന്യു പറയും, ഇഷ്യൂസ് ഒന്നും ഇല്ല. അപ്പോൾ അവൾ ചോദിക്കും, നീ എന്നാ ഡിസ്ചാർജ് ആവുന്നേ? അപ്പോൾ ഷിന്യു പറയും, എനിക്കാണെങ്കിൽ ഡിസ്ചാർജ് ആവണമെന്നേ ഇല്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്ചാർജ് ആയിക്കഴിഞ്ഞാൽ നീ എന്നെപ്പറ്റി ഇത്രയും കെയർ ഒന്നും ചെയ്യത്തില്ലല്ലോ. അപ്പോൾ നമ്മുടെ ജോ പറയും, ഒന്ന് അടങ്ങിയിരിക്കുക, നീ ആണെങ്കിൽ വേഗം തന്നെ അകത്തേക്ക് കയറിപ്പോ, ഇല്ലാന്നുണ്ടെങ്കിൽ നിനക്ക് പനി പിടിക്കുമെന്ന് പറഞ്ഞാൽ അവൾ അവനെ അകത്തേക്ക് പറഞ്ഞു വിടാനായിട്ട് നോക്കും. അതേസമയം തന്നെ ഇവരുടെ പുറകെ ഫോളോ ചെയ്യുന്ന ആ ഒരുത്തനില്ലേ, അയാളാണെങ്കിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നത് കാണിക്കും. ഈ ഫോട്ടോ ആണെങ്കിൽ ഇവൻ നമ്മുടെ ഷിന്യുവിൻ്റെ ഗേൾ ഫ്രണ്ട് ഇല്ലേ, അവൾക്ക് അയച്ചു കൊടുക്കും. അപ്പോൾ അവളാണെങ്കിൽ ഈ സ്റ്റോക്കറിനെ വിളിച്ചിട്ട് പറയും, അതായത് ഇനി നിങ്ങൾ ഫോട്ടോ വയ്ക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ഷിന്യുവിനെ കാണാൻ വേണ്ടിയിട്ട് അവൻ്റെ എക്സ് ഗേൾ ഫ്രണ്ട് വരുന്നതാണ്. എന്നിട്ട് അവളാണെങ്കിൽ ഇവനെ കെട്ടിപ്പിടിച്ചിട്ട് പറയും, നീ എന്തായിരുന്നാലും ഇപ്പോൾ ഓക്കെ ആയല്ലോ. സത്യം പറഞ്ഞാൽ ജോ എൻ്റെ അടുത്ത് എല്ലാ സത്യവും തുറന്നു പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ നിന്നെ ഇപ്പോൾ കാണാൻ വേണ്ടിയിട്ട് വന്നത്. ഞാൻ നിന്നെ കാണത്തില്ല എന്ന് പറഞ്ഞിട്ടായിരുന്നേ. എന്തായിരുന്നാലും നമ്മൾ രണ്ടുപേരും മീറ്റ് ചെയ്തതുകൊണ്ടാണല്ലോ നിനക്കൊന്നും പറ്റാതെ നീ ഹോസ്പിറ്റലൈസ് ആയത്. എനിക്കാണെങ്കിൽ അതൊക്കെ ആലോചിച്ചിട്ട് നല്ല സന്തോഷമുണ്ട് എന്നൊക്കെ നമ്മുടെ ഈ പെണ്ണിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കും. എന്നിട്ടാണെങ്കിൽ അവൾ പറയും, ഇനി നമുക്ക് ഒരു ട്രിപ്പ് പോകണം എന്ന്. ഇത് കേൾക്കുന്ന ഷിന്യു പറയും, അതിനെപ്പറ്റി ഞാൻ കേട്ടായിരുന്നു എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജോയാണെങ്കിൽ അവളുടെ വീട്ടിലിരുന്നിട്ട് ആ മന്ത്രവാദിൻ്റെ ബുക്കില്ല അതൊക്കെ നല്ലതുപോലെ വായിച്ചെടുത്തൊക്കെ നോക്കുന്നേ. അവൾക്കാണെങ്കിൽ മനസ്സിലാവത്തില്ല. എന്നാലും നമ്മുടെ ഷിന്യു എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് വയ്യാണ്ടായത് എന്ന് അവൾക്കാണെങ്കിൽ നല്ല ഡൗട്ടുണ്ട്. അതായത് ഇതൊരു മന്ത്രവാദത്തിൻ്റെ ഭാഗമായിട്ട് സംഭവിച്ചതാണോ എന്ന്. അങ്ങനെ അവളാണെങ്കിൽ വേഗം തന്നെ ഈ ഫോട്ടോയും എടുത്തിട്ട് നമ്മുടെ ആ മുത്തശ്ശിയിലെ അവരെ കാണാൻ വേണ്ടിയിട്ട് വരും. എന്നിട്ട് അവരെ കാണിച്ചിട്ട് ചോദിക്കും, നിങ്ങൾക്ക് എന്തുവാ തോന്നുന്നത്, ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടാണോ നമ്മുടെ ഷിന്യു ഇപ്പോൾ വയ്യാണ്ടായത്? അപ്പോൾ ആ മുത്തശ്ശി പറയും, ഈ മന്ത്രം എന്നൊക്കെ പറയുന്നത് ഓരോരോ വിശ്വാസമില്ലേ, നമ്മൾ അതിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ അതെന്തായിരുന്നാലും സത്യമാവും. വിശ്വസിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് സത്യമാവത്തില്ല. നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ നമ്മുടെ ജോ പറയും, എന്തൊക്കെയായിരുന്നാലും എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഷിന്യുവിന് വയ്യാണ്ടായത് എന്ന്. ഞാനാണെങ്കിൽ ഒരു മന്ത്രം കൂടി യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നും പറഞ്ഞിട്ട് നമ്മുടെ ജോയ് ആണെങ്കിൽ വീട്ടിൽ വന്നിട്ട് ഒരു മന്ത്രം യൂസ് ചെയ്യും. എന്നാൽ അത് ഏതാണെന്ന് നമ്മളെ കാണിച്ചു തരത്തില്ല. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ഈ ഷിന്യുവിൻ്റെ എക്സ് ഗേൾ ഫ്രണ്ട് ഇല്ലേ, അവളാണെങ്കിൽ ആ സ്റ്റോക്കറിനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നതാ. എന്നിട്ടാണെങ്കിൽ അയാളുടെ സംസാരിക്കും, ഇത് വേറെ ആരുമല്ല നമ്മുടെ ആ ഗാർഡനർ തന്നെയാണ്. അയാളെ കാണുന്നതും നമ്മളുടെ ഈ പെണ്ണാണെങ്കിൽ ചോദിക്കും, നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ആ സാധനം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് തരാം എന്നും പറഞ്ഞിട്ട് അവളാണെങ്കിൽ ഒരു പാക്കറ്റിൽ നിന്ന് നമ്മുടെ ഷിന്യുവിൻ്റെ ഷർട്ട് എടുക്കും. എന്നിട്ട് ഇതാ ഗാർഡനറിൻ്റെ കയ്യിലായിട്ട് കൊടുക്കും. അയാളാണെങ്കിൽ ആ ഷർട്ട് നല്ലതുപോലെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഈ എക്സ് ഗേൾ ഫ്രണ്ട് പറയും, നിങ്ങളാണെങ്കിൽ ഞാൻ പറയുന്ന അനുസരിച്ചൊന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ ഷർട്ട് ഞാൻ തരത്തില്ല, ഞാനിത് തിരിച്ചു കൊണ്ടുപോകും എന്ന്. അപ്പോഴാണെങ്കിൽ ആ ഗാർഡനർ പറയും, നീ എന്തോ വിചാരിച്ചത്, ഇത്രയും നാൾ ഞാൻ നീ പറയുന്നത് മാത്രം കേട്ടിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്നോ? സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റേതായിട്ടുള്ള കുറച്ച് പ്ലാൻസ് ഉണ്ട്. ഇത് കേൾക്കുന്ന ആ പെണ്ണങ്ങ് ഭയങ്കര ഷോക്കായപ്പം അവൾ ചോദിക്കും, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള പ്ലാൻസോ? അപ്പോൾ അയാൾ പറയും, നീ അതിനകത്തൊന്നും തലയിടാണ്ടിരിക്കുന്നതായിരിക്കും നിനക്ക് ഏറ്റവും ബെറ്റർ എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ജോയിനെയാണ്. അവളാണെങ്കിൽ ഇപ്പോൾ ഫെസ്റ്റിവൽ നടക്കുന്ന സ്ഥലമില്ലേ, അവിടെയായിട്ട് ഉള്ള ഡെക്കറേഷൻസും കാര്യങ്ങളും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അക്കൂട്ടത്തിൽ നമ്മുടെ ജോയിക്കാണെങ്കിൽ ഷിനുവിനെ നല്ലതായിട്ട് മിസ് ചെയ്യും. അവളാണെങ്കിൽ അവനെ പറ്റി ഇരുന്ന് ആലോചിക്കും. അപ്പം നമുക്ക് കഴിഞ്ഞ ഒരു സീൻ കാണിക്കും. അതായത് നമ്മുടെ ജോയ് ആണെങ്കിൽ ഷിനുവിനെ കാണാൻ ചെന്നില്ലേ, ആ സമയത്ത് നമ്മുടെ ഷിനു ആണെങ്കിൽ അവളുടെ അടുത്ത് പറയും, അതായത് എൻ്റെ ഫാമിലി ഒരു ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്, നീ അത് വേണ്ട എന്ന് പറയുവാണെങ്കിൽ ഞാൻ ഒരിക്കലും ആ ട്രിപ്പിന് പോകത്തില്ല എന്ന്. സത്യം പറഞ്ഞ് ഇതൊക്കെ ആലോചിച്ചിട്ട് നമ്മുടെ ജോയ്ക്ക് നല്ല സന്തോഷം ഉണ്ടായിരുന്നു. അവളാണെങ്കിൽ അതൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ഷിനു ആണെങ്കിൽ ഇപ്പോൾ ഡിസ്ചാർജ് ആയായിരുന്നു. അവനാണെങ്കിൽ വീട്ടിലോട്ട് വരുക. അക്കൂട്ടത്തിലാണെങ്കിൽ അവൻ്റെ പേരൻസും ഉണ്ട്. അവർ പറയും, നീ എന്തായിരുന്നാലും ഒന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട യാതൊരു കാര്യവുമില്ല,
നമുക്കാണെങ്കിൽ ഉടനെ തന്നെ ഒരു ട്രിപ്പ് പോവാം, നീയും നിൻ്റെ എക്സ് ഗേൾ ഫ്രണ്ട് മാത്രമുള്ളൊരു ട്രിപ്പ്. ഇത് കേൾക്കുന്നേ നമ്മുടെ ഷിന്യുവിനാണെങ്കിൽ അതങ്ങോട്ട് അത്ര ഇഷ്ടപ്പെടത്തില്ല. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അടുത്ത ദിവസമാണെങ്കിൽ നമ്മുടെ ജോയില്ലേ, അവളാണെങ്കിൽ ഫെസ്റ്റിവലിൻ്റെ എല്ലാ തയ്യാറെടുപ്പും നടത്തി ഫെസ്റ്റിവൽ സ്റ്റാർട്ടാവുന്നതാണ്. എല്ലാവരും ഭയങ്കര സന്തോഷത്തിലായിരുന്നു, എല്ലാവരും നല്ലതുപോലെ എൻജോയ് ചെയ്യുകയൊക്കെ ചെയ്യും. എന്നാൽ നമ്മുടെ ജോയിക്കാണെങ്കിൽ യാതൊരു സന്തോഷവും ഇല്ല. അവളെ സംബന്ധിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷിന്നു ആണെങ്കിൽ എപ്പോഴും അവളുടെ പുറകെ ഇങ്ങനെ ശല്യം ചെയ്ത് നടക്കത്തില്ലായിരുന്നു. ഇപ്പോഴും അവളാണെങ്കിൽ അതെല്ലാം നല്ലതുപോലെ മിസ് ചെയ്യുന്നുണ്ട്. അവൻ്റെ മെസ്സേജും അവൻ്റെ കോളും അതേപോലെ തന്നെ അവനിങ്ങനെ ചുറ്റിപ്പറ്റി നടക്കുന്നതും അവളങ്ങനെ അതൊക്കെ ആലോചിക്കും. അത്രയും ആൾക്കാരുള്ള സ്ഥലത്ത് നമ്മുടെ ജോയിക്കാണെങ്കിൽ അവൾ ഒറ്റയ്ക്ക് നിൽക്കുന്നത് പോലെയാണ് തോന്നുന്നത്. അങ്ങനെ അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ എന്തുവാ, നമ്മുടെ ഷിന്നു ആണെങ്കിൽ പുറകിൽ നിന്ന് നടന്നു വരുന്നു. ഇത് കാണുന്നേ നമ്മുടെ ജോ ഭയങ്കര ഷോക്കാകും. അപ്പോൾ നമ്മുടെ ഷിന്നു വന്നിട്ട് അവളുടെ അടുത്ത് പറയും, ഞാൻ സത്യം പറഞ്ഞാൽ ആ ഒരു ട്രിപ്പിനും പോകാനായിട്ടിരുന്നതാ, എന്നാൽ നീയല്ലേ എന്നെ ഫോൺ ചെയ്തിട്ട് വേണ്ട എന്ന് പറഞ്ഞത്, അതുകൊണ്ട് ഞാൻ പിന്നെ പോയില്ല. ഇത് കേൾക്കുന്നേ നമ്മുടെ ജോയ്ക്ക് ഭയങ്കര സന്തോഷമാവും. അവളാണെങ്കിൽ പറയും, അപ്പോൾ ഞാനാണെങ്കിൽ ഇപ്പോൾ ഏത് മന്ത്രമാണോ ട്രൈ ചെയ്തത് അതിപ്പോൾ വർക്കൗട്ടായി. ഇത് കേൾക്കുന്നേ നമ്മുടെ ഷിന്നു പറയും, എനിക്കിപ്പോൾ മന്ത്രത്തിലൊന്നും ഒരു വിശ്വാസവും ഇല്ല, പക്ഷേ എനിക്കൊരു കാര്യം നന്നായിട്ട് അറിയാം, അതായത് എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ അവളെ അങ്ങ് കെട്ടിപ്പിടിക്കും. പിന്നീട് കാണിക്കുന്ന കഴിഞ്ഞ ജന്മത്തിലെ ഒരു സീനാണ്. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷിന്നുവും അതേപോലെ തന്നെ ഈ ജോയില്ലേ, ഇവരെ പോലെ തന്നെ ഇരിക്കുന്ന രണ്ടുപേര് കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതാണ്. എന്നിട്ട് അതിനകത്താണെങ്കിൽ ഷിന്നു പറയും, ഞാൻ നിന്നെ ഒരിക്കലും വിട്ടുകളയത്തില്ല, നമുക്ക് എവിടെയെങ്കിലും ഒളിച്ചോടി പോവാ എന്ന്. അത് കഴിഞ്ഞിട്ട് വേറൊരു സീനാണ് കാണിക്കുന്നത്. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാൾക്കാർ ചേർന്നിട്ട് എന്തോ ഒരു സംഭവത്തിനെ ഒരു ടെമ്പിളിൻ്റെ അടുത്തായിട്ട് കൊണ്ടുവന്ന് വയ്ക്കും. നല്ല മഴയും പെയ്യുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് അവർ അവിടെ നിന്ന് ഓടി അങ്ങ് പോകും. ആ ടെമ്പിളിൻ്റെ അകത്ത് ഒരു മുത്തശ്ശി ഉണ്ടായിരുന്നു. അവരതാണെങ്കിൽ തുറന്ന് നോക്കുമ്പോൾ പുറത്തായിട്ട് എന്തോ ഒരു സാധനം ഇരിക്കുന്നു. അവരെങ്ങനെ അത് വന്നിട്ട് എന്താണെന്ന് ചെക്ക് ചെയ്യും. അതിനകത്ത് എന്തോ ഒരു പെങ്കൊച്ചിൻ്റെ ബോഡി ആയിരുന്നു. അതിനാണെങ്കിൽ കുറച്ച് ജീവനും ഉണ്ട്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷിന്നുവിനെയാണ്. അവനാണെങ്കിൽ അവൻ്റെ അച്ഛൻ്റെ അടുത്തിരുന്നിട്ട് അവൻ്റെ വയ്യാത്ത അമ്മയെ കാണണമെന്ന് പറഞ്ഞ് കിടന്ന് കരയുവാണ്. സത്യം പറഞ്ഞാൽ നമ്മുടെ ഷിന്നുവിൻ്റെ അച്ഛൻ ഒരു മേയറിനെ പോലത്തെ ഒരാളാണ് കേട്ടോ. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കാൻ നേരത്ത് ഒരാൾ വന്നിട്ട് പറയും, അതായത് മഹാറാണി ഇപ്പോൾ ഇല്ല, അവർ മരിച്ചുപോയി എന്ന്. ഇത് കേൾക്കുന്ന എല്ലാവരും ഭയങ്കരമായിട്ട് കിടന്ന് കരയും. നമ്മുടെ ഷിന്നുവിനും ഭയങ്കര സങ്കടമായിരുന്നു. അവനും വലിയ വായിലിരുന്ന് കരയും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ചാൽ ഇവനാണെങ്കിൽ വേറൊരു സ്ഥലത്തായിട്ട് ചെന്നു ഒറ്റയ്ക്കിരുന്ന് കരയുന്നതാണ്. അവിടെയായിട്ട് നമ്മുടെ ജോയിയുടെ പഴയ ജന്മത്തിലെ കൊച്ചുകുട്ടി ഉണ്ടല്ലോ, അവളിങ്ങനെ വരും. എന്നിട്ടാണെങ്കിൽ അവൾ പറയും, നീ എന്തിനാ ഇങ്ങനെ ഇരുന്ന് കരയുന്നേ, നീ ആണെങ്കിൽ ബുക്കെല്ലാം വായിക്കേണ്ടതായിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ നിന്റെ അമ്മ മരിക്കുന്നതിന് മുന്നേ ആയിട്ട് അതിനകത്തുള്ളൊരു ബുക്കിനകത്ത് നിനക്ക് വേണ്ടി ഒരു ലെറ്റർ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് പറയും. ഇത് കേൾക്കുന്നേ നമ്മുടെ ചിന്നു ആണെങ്കിൽ ഓടി വന്ന് ആ ബുക്ക് എടുത്ത് അതിനകത്തുള്ള ലെറ്റർ എടുത്ത് വായിച്ചു നോക്കും. അതിനകത്ത് പറയുന്നത് തന്നെ, മോനെ നീ ആണെങ്കിൽ ഞാൻ മരിച്ചു എന്ന് വെച്ചിട്ട് വിഷമിക്കുകയൊന്നും വേണ്ട. സത്യം പറഞ്ഞാൽ എൻ്റെ ലൈഫ് ചെറുതായിരുന്നു. എനിക്കാണെങ്കിൽ ആദ്യം തൊട്ടേ അറിയായിരുന്നു എനിക്കിങ്ങനെ ഒരു അസുഖമുണ്ട് എന്ന്. സത്യം പറഞ്ഞാൽ നിനക്ക് ആ അസുഖം പടർന്ന് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിൻ്റെ അടുത്ത് എന്നെ കാണാൻ വരണ്ട എന്ന് പറഞ്ഞ്, നീ അതുകൊണ്ട് സന്തോഷമായിട്ടിരിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ ലെറ്ററിൽ എഴുതിയേക്കുന്നത്. ഇത് വായിക്കുന്നേ നമ്മുടെ ഷിന്നുവിന് സന്തോഷവും ആവും, അതേപോലെ തന്നെ നല്ല സങ്കടവും ആവും. അത് കഴിഞ്ഞ് കാണിക്കുന്ന അടുത്ത ദിവസം വീണ്ടും നമ്മുടെ ഷിന്നു ആണെങ്കിൽ ഈ പെണ്ണിനെ കാണാൻ വേണ്ടിയിട്ട് എവിടെ വെച്ചിട്ടാണോ മീറ്റ് ചെയ്ത് അതേ കാട്ടിലായിട്ട് വരുന്നതാ. അവൻ്റെ കയ്യിലൊരു ബുക്കും ഉണ്ട്. ഇവളാണെങ്കിൽ കണ്ട ഉടനെ ചോദിക്കും, എന്താ നീ ആ ലെറ്റർ വായിച്ചോ? അപ്പോൾ നമ്മുടെ ഷിന്നു പറയും, ആ ലെറ്ററൊക്കെ ഞാൻ വായിച്ചു, നീ അത് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഞാൻ ആ ലെറ്റർ വായിക്കുമായിരുന്നു എന്നും പറഞ്ഞിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരോ കോമഡിയൊക്കെ പറഞ്ഞിട്ട് ചിരിക്കും. ഇങ്ങനെയാണ് കേട്ടോ ഇവരുടെ ഫ്രണ്ട്ഷിപ്പും വളർന്ന് പോകുന്നത്. സത്യം പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ ജന്മത്തിൽ ഷിന്നു ആണെങ്കിൽ അവളെയല്ലേ ടോർച്ചർ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ കഴിഞ്ഞ ജന്മത്തിൽ നമ്മുടെ ജോയാണ് കേട്ടോ ഷിന്നുവിനെ ടോർച്ചർ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു ദിവസം നമ്മുടെ ഷിന്നു വന്നിട്ട് ഈ ജോയുടെ അടുത്ത് ചോദിക്കും, എന്താ നിനക്ക് എൻ്റെ ഫ്യൂച്ചർ കാണാൻ പറ്റുമോ, ഞാൻ വലിയൊരു സേനാപതിയാവൂ? അങ്ങനെ അവൾ അവൻ്റെ ഫ്യൂച്ചർ നോക്കുമ്പോൾ അവൾ കാണുന്നത് വേറെ എന്തോ ആണ് എന്ന് അവൾക്കാണെങ്കിൽ അത് അവൻ്റെ അടുത്ത് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അവൾ പറയും, ആ നീ വലിയൊരു സേനാപതിയാവൂ എന്ന്. അത് കഴിഞ്ഞിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷിന്നുവിൻ്റെ ട്രെയിനിങ് ഒക്കെ നടക്കുന്നതാണ്. അക്കൂട്ടത്തിൽ തന്നെ ഇവർ രണ്ടുപേരും നല്ലതുപോലെ ക്ലോസ് ആയിരുന്നു കേട്ടോ. അതായത് നമ്മുടെ ഷിന്നുവും ജോയും തമ്മിൽ ഇപ്പോൾ ഇഷ്ടത്തിലുമായി. അങ്ങനെ നമ്മുടെ ഷിന്നു ആണെങ്കിൽ അവൻ്റെ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞിട്ട് കുറേ വർഷത്തിന് ശേഷം ആദ്യമായിട്ട് ഈ രാജ്യത്തിലോട്ട് വരുന്നതാ. വന്ന ഉടനെ തന്നെ അവൻ കാണാൻ പോകുന്ന നമ്മുടെ ജോയിനെയാണ്. അവളെ കണ്ട് സംസാരിക്കാനായിട്ട് ഒരുങ്ങും. എന്നിട്ട് അവൻ പറയും, ഇത്രയും നാളും ഞാനൊരു യങ് ആയിട്ടുള്ള ആളാവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു നിന്നെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ജോയ് ആണെങ്കിൽ അവനെ നോക്കിയിട്ട് പറയും, നിങ്ങളുടെ ഇപ്പോഴത്തെ ഉള്ള ലൈഫ് എന്തായിരുന്നാലും നല്ലതേ ആവത്തുള്ളൂ, നിങ്ങൾക്ക് മുന്നിലായിട്ട് നല്ല ബ്രൈറ്റർ ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ ഞാൻ കാണുന്നുണ്ട് എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ ഷിന്നുവിനാണെങ്കിൽ
ഭയങ്കര സന്തോഷമാവും. അപ്പോൾ അവൻ ചോദിക്കും, നീയാണെങ്കിൽ എൻ്റെ ഫ്യൂച്ചർ പറഞ്ഞല്ലോ, എന്തുകൊണ്ടാണ് നീ നിൻ്റെ ഫ്യൂച്ചറിനെ പറ്റി പറയാത്തെ? അപ്പോൾ അവൾ പറയും, എനിക്ക് എൻ്റെ ഫ്യൂച്ചറിനെ പറ്റി അറിയാൻ താല്പര്യവും ഇല്ല, എനിക്കറിയത്തുമില്ല. അപ്പോൾ നമ്മുടെ ഷിന്യു പറയും, എന്താണെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ നമ്മുടെ ജോയിയുടെ ക്ലോസ് ആയിട്ട് വന്നിട്ട് അവളുടെ നെറ്റിയിലായിട്ടൊരു ഉമ്മ കൊടുക്കും. സത്യം പറഞ്ഞാൽ ഈ ഉമ്മ വെക്കുന്നതും നമ്മുടെ ജോയിയുടെ കവിളാണെങ്കിൽ പഴയതുപോലെ തന്നെ ബ്ലഷ് ചെയ്യും. അപ്പോൾ അവൻ പറയും, നിൻ്റെ ലൈഫിൽ നല്ല ഒരു പ്രണയമാണ്, അത് ഞാൻ നിനക്ക് തരുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ട് അവൻ അവളെ കിസ് ചെയ്യും. ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.